ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മൾ കിച്ചണിലുള്ള 2 പ്രൊഡക്റ്റ് വെച്ചിട്ടൊരു സ്കിൻ വൈറ്റനിങ് ഓയിൽ ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ. അതിനായിട്ട് ആദ്യമായിട്ട് നമുക്ക് വേണ്ടത് 2 ബീറ്റ്റൂട്ടും 2 ക്യാരറ്റും ആണ്. അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുക്കുക. എന്നിട്ട് ഒരു പീലർ ഉപയോഗിച്ച് ആദ്യം തന്നെ അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുക കേട്ടോ. അതിനുശേഷം നമുക്ക് വേണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കണമെങ്കിൽ ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഗ്രൈൻഡ് ചെയ്യാൻ നിൽക്കുന്നില്ല, ചെറിയ കഷ്ണങ്ങളാക്കി അരിഞ്ഞും കഴിഞ്ഞിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം കേട്ടോ. ഇനി ആ മിക്സിയിലിട്ട് അരയ്ക്കണ ആ ഒരു മിശ്രിതം പിഴിഞ്ഞ് അതിൻ്റെ നീര് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ല, അരച്ചിട്ട് ആ ഒരു എന്താ പറയുക കൂട്ട് ഫുള്ളായിട്ട് എണ്ണയിലേക്ക് ഇടാനാണെങ്കിൽ അങ്ങനെയും ആവാം കേട്ടോ. ഞാൻ പിഴിഞ്ഞ് നീരെടുക്കുന്നില്ല, ഫുള്ളായിട്ട് അരച്ചത് അങ്ങനെ തന്നെ ഒഴിക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ ക്യാരറ്റ് ബീറ്റ്റൂട്ട് എന്താ അതിൻ്റെ ഗുണങ്ങളെന്ന് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. സ്കിന്നിലൊക്കെ നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയാലും ക്യാരറ്റും ബീറ്റ്റൂട്ടും നല്ലതാണ്. അതുപോലെ തന്നെ സ്കിന്നിനൊക്കെ ഫേസ് പാക്കൊക്കെ ഇടാനും ക്യാരറ്റിൻ്റെ ജ്യൂസോ അല്ലെങ്കിൽ ക്യാരറ്റിൻ്റെ അരച്ചതൊക്കെ നമ്മൾ ഫേസ് പാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെയൊക്കെ ഫേസ് പാക്കൊക്കെ ആയിട്ട് ഉപയോഗിക്കാനൊക്കെ മടിയുള്ള ആൾക്കാരുണ്ടാവും. എപ്പോഴെപ്പോഴും ഇതുണ്ടാക്കി ഉപയോഗിക്കാൻ സമയമില്ലാത്ത ആൾക്കാരുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് ഇങ്ങനെ ഒരു ഓയിലാക്കി തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ വളരെ നല്ല ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. സ്കിന്നിനൊക്കെ നല്ല നിറം വയ്ക്കാനും നല്ല സ്മൂത്ത് ആവാനും നല്ല എന്തെങ്കിലും കുരു വന്ന പാടുകളൊക്കെ ഉണ്ടെങ്കിലൊക്കെ പോവാനും ഒക്കെ നല്ലതാണ് ക്യാരറ്റ് ബീറ്റ്റൂട്ട് ഓയിൽ. അതിപ്പോൾ നമുക്ക് പൊടിയായിട്ടൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ ഫേസ് മാസ്ക് ഇടില്ലേ, അതുപോലെ അരച്ച് മാസ്കായിട്ട് ഇടുകയാണെങ്കിലും നല്ലതാണ്. ഇതിപ്പോൾ എളുപ്പത്തിന് വേണ്ടി നമുക്ക് ഓയിലായിട്ട് ഉണ്ടാക്കി വയ്ക്കുകയാണെങ്കിൽ നമുക്ക് മുഖത്ത് മാത്രമല്ല ദേഹത്തും ഒക്കെ തേച്ച് കുളിക്കാനും കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഏത് പ്രായത്തിലുള്ളവർക്കായാലും ഈ ഒരു ഓയിൽ നല്ലതാണ് കേട്ടോ. പ്രത്യേകിച്ച് കുട്ടികൾക്ക് നമ്മൾ എന്നും കുഞ്ഞു വാവകളെയൊക്കെ എണ്ണ തേച്ചൊക്കെ കുളിപ്പിക്കുകയാണെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കിയ ഓയിലാണെങ്കിൽ നമുക്ക് വിശ്വസിച്ച് കുട്ടികളെ തേച്ച് കൊടുക്കാം. നമ്മൾ പുറത്തുനിന്നൊക്കെ ഓയിൽ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല റേറ്റൊക്കെ കൊടുത്താണ് കുട്ടികൾക്ക് തേപ്പിക്കുന്ന എണ്ണയൊക്കെ വാങ്ങിക്കാറ്. അപ്പോൾ ഇതൊക്കെയാണെങ്കിൽ നമ്മൾ അത് കുറേ നാളത്തേക്കൊന്നും ഉണ്ടാക്കി വെക്കേണ്ട, നമ്മുടെ ആവശ്യത്തിന് കുറച്ച് മാത്രം തീരുന്നതിനനുസരിച്ചിട്ട് ഉണ്ടാക്കി വെക്കാം. അധികം വിലയുള്ള ക്യാരറ്റും ബീറ്റ്റൂട്ടൊന്നും ഇത്ര അധികം വിലയൊന്നും ഇല്ലല്ലോ. അപ്പോൾ നമ്മൾ ആവശ്യത്തിന് നമുക്ക് ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ കുട്ടികൾക്കും വലിയവർക്കും ഒക്കെ ഉപയോഗിക്കാം. അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട്. അതിന് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് നല്ലെണ്ണയാണ് കേട്ടോ. അപ്പം നല്ല ചുവട് കട്ടിയുള്ളൊരു പാത്രത്തിൽ വേണം നമുക്ക് എണ്ണ ഒഴിച്ച് വെക്കാൻ, എണ്ണ ചൂടാക്കി എടുക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ ഓയിൽ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് നമ്മുടെ സ്കിന്നിന് യോജിച്ച ഏത് ഓയിൽ വേണേലും ഉപയോഗിക്കാം കേട്ടോ. ഞാനിപ്പോൾ നല്ലെണ്ണയാണ് ഉപയോഗിക്കുന്നത്. അതിലേക്ക് നമ്മൾ അരച്ച മിശ്രിതം ചേർത്ത് നന്നായിട്ട് ചൂടാക്കി തിളപ്പിച്ചെടുക്കാം കേട്ടോ. അത് വയ്ക്കുമ്പോൾ എന്താ പറയുക, സിമ്മിലിട്ടിട്ട് വേണം കേട്ടോ നമ്മൾ ഈ ഒരു എണ്ണ മിശ്രിതം ബീറ്റ്റൂട്ട് ക്യാരറ്റ് മിശ്രിതം ചൂടാക്കി എടുക്കുമ്പോൾ. നമ്മൾ ഉപയോഗിക്കുന്ന എന്തായാലും ക്യാരറ്റ് 2 എടുക്കണമെങ്കിൽ ബീറ്റ്റൂട്ടും അതേ അളവിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക. ഞാനിപ്പോൾ അരച്ചത് അങ്ങനെ തന്നെ ഈ ഒരു എണ്ണയിലേക്ക് ഇടുകയാണ്. വേണമെങ്കിൽ നിങ്ങൾക്ക് പിഴിഞ്ഞ് തുല്യ അളവിൽ നീരെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇങ്ങനെ തന്നെ ഇട്ടു. എന്നിട്ട് ജസ്റ്റ് ഒന്ന് അടച്ചു മൂടി വെച്ചതിന് ശേഷം ഇതുപോലെ ചീനിച്ചട്ടി നല്ലോണം അടപ്പത്ത് വെച്ച് ചുവട് കെട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് മറക്കണ്ട. പതുക്കെ സിമ്മിലിട്ട് നന്നായിട്ട് ചൂടാക്കി ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കണം കേട്ടോ. ഈ മിശ്രിതം ഒരിക്കലും കരിയരുത്. അങ്ങനെ ചൂടാക്കി വരുമ്പോൾ ഇതുപോലെ തേങ്ങാപ്പീരൊക്കെ നമ്മളിങ്ങനെ വറുത്ത് നന്നായിട്ട് മുരിയിക്കുമ്പോൾ ഇങ്ങനെ ആവില്ല, അതുപോലെ ആവണ ഒരു സമയം നമ്മൾ നിർത്താം കേട്ടോ. ഒരിക്കലും സിമ്മിലിട്ടാക്കുക, ചൂട് കൂട്ടരുത്. കരിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു എന്ത് സാധനമാണെങ്കിലും കരിഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതിന് ഗുണം നഷ്ടപ്പെടുമല്ലോ. അപ്പോൾ പതുക്കെ തീ കത്തിച്ചിട്ട് ഇതുപോലെ ചൂടാക്കി എടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് വേനൽക്കാലത്ത് നമുക്ക് ഒരുപാട് ഗുണം ചെയ്യുന്ന ഒരു ഇതാണ് കേട്ടോ. സൺ ടാനൊക്കെ മാറാനും മുഖത്തെ പാടുകൾ മാറാനും ഒരുപാട് വെളുത്തിട്ട് പാറിയില്ലെങ്കിൽ നമ്മുടെ ഉള്ള ആ ഒരു കളർ, ആ ഒരു ഗ്ലോ എപ്പോഴും നമുക്ക് നിലനിർത്തി കൊണ്ടുപോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടമ്മമാർക്ക് ഇടയ്ക്കൊക്കെ നമ്മുടെ സ്കിന്നും നമ്മുടെ ശരീരം നമ്മൾ നോക്കണം കേട്ടോ. അപ്പോൾ അതിന് ഇതുപോലെയുള്ള എളുപ്പ വഴികളൊക്കെ ചെയ്യാം കേട്ടോ. ഇങ്ങനെ എന്താ പറയുക, ഡെയിലി ചെയ്ത് മാസ്കൊക്കെ ഉണ്ടാക്കി നമ്മുടെ മുഖത്ത് തേക്കാൻ സമയമില്ലെങ്കിൽ
ഇതുപോലെ വെളിച്ചെണ്ണ ഉണ്ടാക്കി വെക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ജോലികൾ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്കിതൊന്ന് തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്തായിട്ടൊരു 35-40 വയസ്സൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ആരോഗ്യം, നമ്മുടെ സൗന്ദര്യമൊക്കെ നമ്മൾ നോക്കണം കേട്ടോ. എനിക്ക് ഇങ്ങനെ നോക്കലൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ കുറച്ചായിട്ട് മാറി ചിന്തിച്ച് തുടങ്ങിയിട്ടുണ്ട്. ഇതിനൊക്കെ സമയം കണ്ടെത്തണം എന്നുള്ളൊരു ചിന്ത വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ വെളിച്ചെണ്ണ നല്ല പാകമായി കഴിയുമ്പോൾ നന്നായിട്ട് പതയൊക്കെ വറ്റണ ഒരു പാകം കേട്ടോ. ഇതുപോലെ ഞാൻ പറഞ്ഞില്ലേ, തേങ്ങാപ്പീര വറുത്ത ആ ഒരു പാകമാകുമ്പോഴേക്കും ലേശം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ ഉണക്കി വെച്ചേക്കുന്ന മഞ്ഞൾ ഉണ്ടെങ്കിൽ അതൊരു കഷ്ണം ഇട്ട് കൊടുത്താൽ മതി. രക്തചന്ദനത്തിൻ്റെ പൊടിയോ അല്ലെങ്കിൽ രക്തചന്ദനം ഉണ്ടെങ്കിൽ അതും ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് രണ്ടും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ തൽക്കാലം മഞ്ഞൾപ്പൊടി, നല്ല പച്ചമഞ്ഞൾ ഉണക്കി പൊടിച്ച പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം മഞ്ഞൾ ഇട്ടതിന് ശേഷം പിന്നെ നമ്മൾ തിളപ്പിക്കണ്ട, കാരണം മഞ്ഞൾപ്പൊടി കരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ടൊന്ന് ഇളക്കി വെച്ചതിന് ശേഷം അതൊന്ന് അടച്ച് മൂടി വയ്ക്കുക. എന്നിട്ട് ചൂടാറി കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു പാത്രത്തിലേക്ക് പകർത്തി വെക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിപ്പോൾ ഇങ്ങനെ തന്നെ നമുക്ക് ചീനച്ചട്ടിയിലേക്ക് ഒഴിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് അരിച്ചെടുക്കാൻ ഉപയോഗിക്കുന്ന പാത്രമായാലും നന്നായിട്ട് വെള്ളമൊക്കെ കളഞ്ഞ് വെള്ളമൊക്കെ ഒപ്പിയെടുക്കുക കേട്ടോ. ഇനി വെള്ളം ഒപ്പിയിട്ട് പോയില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് ചീനച്ചട്ടി വെക്കുന്ന പാത്രം, നമ്മൾ ഒഴിച്ച് വെക്കണ ആ പാത്രം ഒന്ന് അടപ്പത്ത് വെച്ച് ഒന്ന് ചൂടാക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി ഡ്രൈ ആയി ഇരിക്കും. അതിനുശേഷം നമുക്ക് ആ ഒരു പാത്രത്തിൽ നിന്ന് ഒരു അരിപ്പോ അല്ലെങ്കിൽ നല്ലൊരു വൃത്തിയുള്ളൊരു തുണി എടുത്ത് നമ്മളിതുപോലെ ഒന്ന് അരിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ കരടൊക്കെ ആ ഒരു മട്ടൊക്കെ മാറ്റി നല്ല വൃത്തിയുള്ള നല്ലൊരു തെളിഞ്ഞ ഓയിൽ, നല്ല സ്വർണ്ണ കളറുള്ള ഓയിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഓയിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഉപയോഗിക്കാം. ഇത് ഉപയോഗിച്ച് നോക്കാം കേട്ടോ. എന്തായാലും നമുക്ക് നല്ല രീതിയിലൊരു മാറ്റം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ അധികം നാൾ ഉപയോഗിക്കണം കേട്ടോ. അതും കൂടി ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രത്തുള്ളൂ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാം.